ഇരിക്കുന്നു. आए हुए सभी प्रभु के दास को सभी लोगों को प्रेम भरा हुआ सलाम। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ये सुबह के समय आइए हम कुछ समय परमेश्वर के चरणों में रहेंगे। പ്രത്യേകിച്ച് പുതിയ ഒരു വചനമല്ല ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയാൻ പോകുന്നത്. खास करके मैं जो वचन बोलने वाला हूँ वो कुछ नया नहीं है। നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു വേദഭാഗം. हम बहुत बार सुना हुआ, पढ़ा हुआ और मनन किया हुआ वचन है। അപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതുമായ ഒരു വചനമാണ്. और उसी समय हमने बहुत बार सुना हुआ भी एक वचन है। മിക്കവാറും ദൈവമക്കൾ എല്ലാവരും ഇത് അനേകം പ്രാവശ്യം ഉരുവിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗം. और ज्यादातर बहुत सारे भाई बहन इसे जो है बोलते हैं वो वचन है। കാരണം ഈ ഭാഗം വായിക്കാത്ത ഒരു ക്രിസ്ത്യാനിയും കാണത്തില്ല. कि ये वचन नहीं पढ़ा हुआ कोई मसीह नहीं होगा। കാരണം അത് ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. क्योंकि परमेश्वर के हृदय के अनुसार चला हुआ एक व्यक्ति का प्रार्थना है। ദൈവം സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. परमेश्वर परमेश्वर ने गवाही दिया हुआ एक वचन, एक प्रार्थना। അതെ, ആ വ്യക്തിക്ക് ആ പ്രാർത്ഥന ലഭിക്കാൻ താൻ വലിയൊരു തെറ്റിലേക്ക് കടന്നു പോകേണ്ടി വന്നു. वो व्यक्ति को प्रार्थना प्राप्त करने के लिए बहुत एक गलती के द्वारा होके जाना पड़ा। തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഏറ്റവും വലിയൊരു പാപം മൂലം താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. बहुत पाप की वजह से परमेश्वर के चरणों में किया हुआ प्रार्थना है। നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു വാക്യം വായിക്കാം. 51 സങ്കീർത്തനം അതിന്റെ 12 വാക്യം. आइए वचन पढ़ते हैं। 51 भजन संगीता 12 വാക്യം. उसका 12 आयत। भजन संगीता 51 उसका 12। നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. वचन ऐसा कहता है, आपने किए हुए उद्धार का हर्ष मुझे फिर से दे और उद्धार आत्मा देकर मुझे संभाल। आमीन। ആമേൻ. ഇവിടെ ദൈവത്തിന്റെ ദാസനായ ദാവീദിന്റെ ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥനയാ ഈ സങ്കീർത്തനം. यहाँ पे प्रभु के दास जो है दावीद का एक श्रेष्ठ भरा हुआ प्रार्थना हम देखते हैं। തന്റെ ജീവിതത്തിൽ താൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന അല്ലെങ്കിൽ കൃപയ്ക്കായി യാചിക്കുന്ന ഒരു പ്രാർത്ഥന. परमेश्वर के चरणों में परमेश्वर का अनुग्रह के लिए जो है याचना करता हुआ प्रार्थना। ഇതിന്റെ പശ്ചാത്തലം എല്ലാം നമുക്കറിയാം. इसका जो है हमको पता है पीछे की बातें सब। ഈ സങ്കീർത്തനത്തിന്റെ ആരംഭം മുതൽ തന്നെ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളിയാ ഇവിടെ കാണുന്നത്. ये भजन संगीता की शुरुआत में ही परमेश्वर को जो है चिल्लाते हुए जो है वैसा हम देखते हैं। താൻ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. वे परमेश्वर से बहुत सारी बातों को पूछ रहे हैं। എന്നാൽ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് താൻ ചോദിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ പഠിച്ച വചനം. परंतु श्रेष्ठ भरा हुआ जो है काम वो पूछ रहे हैं करके हम पाँच पढ़ सकते हैं। കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം. परमेश्वर के जो है बच्चे के जीवन में जो एकदम जरूरी है वो बातें हैं। ഇത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതം തന്നെ അവിടെ തീർന്നു എന്ന് പറയാം. वो जीवन में अगर नष्ट हो गया तो व्यक्ति का वो जीवन नष्ट हो गया करके है। ആമേൻ. അനേകരുടെ മുഖങ്ങളിൽ നോക്കുമ്പോൾ അത് പ്രതിഫലിക്കുന്നതായിട്ട് കാണും. बहुत जन के चेहरे में देखने के समय वो दिखता है। ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനിടയായി. मैं वचन पढ़ने से मैंने ऐसे सोचा, നമ്മുടെ മുഖത്തുള്ള ആ പ്രകാശം, ആ സന്തോഷം ലഭിക്കണമെങ്കിൽ ഈ രക്ഷയുടെ സന്തോഷം നമുക്കുണ്ടായിരിക്കണം. ये हमारे चेहरे में वो प्रकाश या फिर वो खुशी होना है तो इस रक्षा का एक खुशी होना चाहिए। ഈ രക്ഷയുടെ സന്തോഷം ഉള്ള ഓരോ വ്യക്തികളും എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. ये रक्षा का जो है खुशी अगर है तो वो हर एक व्यक्ति खुश रहता है। അപ്പോ ഇവിടെ വചനം പറയുന്നത് നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. वो कहता है कि यहाँ पर वचन में भी वो ऐसे ही कहता है कि जो है वो हर्ष मुझे फिर से दे, उद्धार का हर्ष। അപ്പോ രക്ഷയുടെ സന്തോഷം तो उद्धार का हर्ष मांग रहे हैं, വീണ്ടും തരാനാ പറയുന്നത്. वापस देने के लिए बोल रहे हैं। ഒരിക്കലും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചതാ. एक बार वो ऐसे वो जमा करके रखे थे പക്ഷെ അതിപ്പോ നഷ്ടപ്പെട്ടു പോയി. लेकिन वो अभी नष्ट हो गया। ഇംഗ്ലീഷിന്റെ കൊടുത്തിരിക്കുന്ന വാക്ക് എങ്ങനെയാ? റീസ്റ്റോർ. ഒരിക്കൽ വെച്ചത് നഷ്ടപ്പെട്ടു, എനിക്കത് വീണ്ടും വേണം. वहाँ पे अगर आप देखेंगे इंग्लिश में भी ऐसा दिया है कि रीस्टोर, मतलब एक चीज जो था लेकिन अभी नहीं है फिर अभी वापस से वो ले रहे हैं।
ഒരിക്കൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെടാനുള്ള ചില കാരണങ്ങളുണ്ട്. एक बार होने वाला वो जो नष्ट होने के लिए भी एक कारण है। അത് സാധാരണമായി പോകുന്നതല്ല. वो साधारण जाति से नहीं है, ആ നഷ്ടപ്പെടുവാൻ ചില കാരണങ്ങളുണ്ട്. वो नष्ट होने के लिए कुछ कारण है। നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ ആമേൻ അനുഗ്രഹങ്ങളാകട്ടെ നന്മകളാകട്ടെ ഏതൊന്നും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. हमारे जीवन में नष्ट होने का जो है अनुग्रह या उद्धार जो है नष्ट होने के समय एक कारण होता है सब नष्ट होने के लिए। അല്ലാതെ അങ്ങ് തനിയെ നഷ്ടപ്പെടുന്നതല്ല. ऐसे ही वो नहीं नष्ट होता है, പക്ഷേ അവിടെ എന്തോ ഒരു സംഭവം നടന്നു, അതുകൊണ്ടാണ് അത് നഷ്ടപ്പെടാനിടയായത്. परंतु वहां पे ऐसा कुछ संभव हुआ है जिसकी वजह से वो नष्ट हो गया। എന്റെയും നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും പലതും നഷ്ടപ്പെടുന്നതിന്റെ ചില കാരണങ്ങളുണ്ട്. आपके और मेरे जीवन में कई बातें नष्ट होने के लिए एक कारण है, പക്ഷെ നമ്മൾ ആ നഷ്ടപ്പെടുന്നതിന്റെ കാരണം തേടാറില്ല പലപ്പോഴും. परंतु कई बार हम उसका कारण नहीं ढूंढते हैं। അത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്, എന്റെ ജീവിതത്തിൽ അത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്നുള്ള കാരണം നമ്മൾ കണ്ടുപിടിച്ചാൽ हमारी जिंदगी से वो क्यों नष्ट होता है करके उसका कारण हम ढूंढेंगे तो നമുക്കത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയും. हमें वो जल्दी ही उसका मिल जाएगा। കാരണം ആമേൻ വെളിപ്പാട് പുസ്തകം അതാ പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു അതിൽ നിന്നും മാനസാന്തരപ്പെടാൻ. क्योंकि जो है प्रकाशित वाक्य किताब में लिखा है तुम किससे गिर गए हो उससे मन फिराओ। അപ്പൊ ഏതോ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. तो हमें समझना है कि हमारी जिंदगी में से जो नष्ट हो गया है उससे हमें वापस लेना है। ഇന്ന് അനേകർ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. तो बहुत जन उसके बारे में ही सोचते हैं। എന്റെ ജീവിതത്തിൽ ഇത് നഷ്ടപ്പെട്ടേ എന്ന് പറയാറുണ്ട്. वो मेरे जिंदगी से नष्ट हो गया करके बोलते हैं। പലപ്പോഴും ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് തേടാറുണ്ട്. वो नष्ट हो गया उसको ढूंढते हैं। അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് അതിന്റെ കാരണം നമ്മൾ അന്വേഷിക്കാറില്ല. वो कैसे नष्ट हो गया है उसका कारण हम नहीं ढूंढते हैं। അതിന്റെ കാരണം നമ്മൾ തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഇന്ന കാരണം കൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. तो हम जो है वो जब वो नष्ट होता है तो ये कारण की वजह से नष्ट होता है। അപ്പോ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തേടിയെടുക്കുമ്പോൾ അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. तो हमारे जीवन में जो नष्ट होता है अगर उसका हम देखेंगे तो उसका कारण हम ढूंढ सकते हैं। അപ്പോ നമ്മുടെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. तो हम जो नष्ट हो गया कारण हम ढूंढ लेंगे तो हमें ही उसका जो कारण मतलब समझ आएगा। ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. दाविद के जो है वो उद्धार का हर्ष उसके जीवन से निकल गया। അത് അവന്റെ ജീവിതത്തിൽ ദൈവം അവന് നൽകി കൊടുത്തതായിരുന്നു. वो उनके जीवन में उनको परमेश्वर ने दिया हुआ था, പക്ഷേ അവന്റെ ജീവിതത്തിൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. परंतु उनके जीवन में वो हमेशा के लिए नष्ट हो गया। നഷ്ടപ്പെട്ടത് അവന് മനസ്സിലായില്ല. वो नष्ट हो गया उनको पता नहीं चला, അവൻ അതിന്റെ കാരണമൊന്നും മനസ്സിലായില്ല. उनको उसका कारण कुछ पता नहीं चला। അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു, പക്ഷെ ബാക്കിയെല്ലാം ഉണ്ട്. वो खुशी नष्ट हो गई लेकिन बाकी सब कुछ है। ഇന്നും അനേകരുടെ ജീവിതത്തിൽ നോക്കിയാൽ ആ രക്ഷയുടെ സന്തോഷമില്ല, പക്ഷെ ബാക്കിയെല്ലാം ഉണ്ട്. आज भी कई सारे लोगों के जीवन में देखिएगा तो वो उद्धार का रक्षा है। അവൻ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പക്ഷേ ആ രക്ഷയുടെ സന്തോഷമില്ല. वो हम देखते हैं कि वो प्रार्थना है, गीत है, सब कुछ है, परंतु उस उद्धार का हर्ष नहीं है। പ്രിയമുള്ളവരെ, ആ ഒരു രക്ഷയുടെ സന്തോഷം ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെ ദുഷ്കരം. प्रिय लोगों, अगर सब कुछ है परंतु अगर वो हर्ष का उद्धार, वो जो उद्धार का हर्ष नहीं होगा तो हमारे जीवन में कुछ नहीं हो। ആ രക്ഷയുടെ സന്തോഷം എങ്ങനെ ലഭിക്കുന്നത്? कैसे मिलता है ये उद्धार का हर्ष? ഈ സന്തോഷത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. ये हर्ष, खुशी के बारे में बोलने के समय कई बातें हम सोच सकते हैं। കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സന്തോഷം വരും. हमारी जिंदगी में कुछ हमें मिल जाते तो हमें खुश हो जाता है ना। പക്ഷെ ഈ രക്ഷയുടെ സന്തോഷം എന്താണ്? परंतु ये हर्ष का, ये उद्धार का हर्ष क्या है? ഒരു വ്യക്തി അവൻ തന്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോൾ തനിക്ക് ലഭിക്കുന്ന സന്തോഷം. एक व्यक्ति अपने जीवन में एक बहुत बड़ी चीज को पार करते हैं उसे हम बोलते हैं उद्धार का हर्ष। ഞാൻ ഇതിനെ ചിന്തിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു സംഭവം. मैं इसे सोचते हुए मुझे पहला जो है याद आया हुआ जो बात है, പ്രൈസ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ यीशु मसीह को क्रूस पे चढ़ाने के जब पिलातोस देने के समय നിയമപ്രകാരം ഒരു വ്യക്തിയെ വിട്ടയക്കണം എന്നുള്ളത് അവിടുത്തെ എഴുതി വെച്ചൊരു നിയമമാണ്. उन्होंने लिखा हुआ एक नियम था वहां पे कि उसके बदले में उस नियम के अनुसार एक जन को छोड़ना चाहिए। എല്ലാ വർഷവും ഒരാളെ ഇങ്ങനെ വിട്ടയക്കണം എന്നുള്ള ഒരു നിയമം ഇരിക്കുമ്പോൾ हर साल एक जन को छोड़ना है करके एक नियम रहने के समय
ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ശിക്ഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ कुछ भी गलती नहीं की हुआ यीशु मसीह को जो है दंड देने के लिए ഒരു नियुक्त किया പകരക്കാരനെ गया അവിടെ था, നിന്ന് പറഞ്ഞു വിടണം. तो वहां पे उनके बदले में एक जन को छोड़ना था। അപ്പോ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കറിയാം. तो हमें पता है वहां से छोड़ा हुआ व्यक्ति का नाम ബറബാസ് എന്ന വ്യക്തി. बराबास करके जो व्यक्ति था, ആ വ്യക്തിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങുവാൻ യാതൊരു വിധമാകുന്ന സാഹചര്യവുമില്ല. वो व्यक्ति वहां से बाहर निकलने के लिए कोई भी जो है नहीं था स्थिति। താൻ അത്രത്തോളം തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. वो उतना गलती करके उसका दंड पाया व्यक्ति है, അപ്പോ ആ ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ लेकिन वो जो है दंड के लिए इंतजार करने के समय അവന് പെട്ടെന്നൊരു സന്ദേശം വരികയാണ്. उसको तुरंत एक जो है संदेश आता है, നിന്നെ ഇതാ വിട്ടയക്കാൻ പോവുക. तुम्हें देखो छोड़ने वाले हैं, നിന്റെ ശിക്ഷയെല്ലാം ഇളവ് ചെയ്തിരിക്കുക. तुम्हारा जो दंड है वो सब छोड़ दिया है। ആ വ്യക്തിയുടെ സന്തോഷം എന്തായിരിക്കും? वो व्यक्ति का खुशी कैसा रहेगा? ആ പ്രീസലോട് നമ്മള് യേശുവിന്റെ ജീവചരിത്രം ആ ഫിലിം കാണുമ്പോൾ മനസ്സിലാകും. हम जब यीशु मसीह का वो जो है फिल्म देखते तो पता चलता है। ആ പ്രീസലോട് ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കാനിടയായി. मैं वो भाग ध्यान दिया था। പ്രീസലോട് ഈ ബറബാസിനെ വിട്ടയക്കുമ്പോൾ ബറബാസിന് ഭയങ്കര സന്തോഷമാണ്. बराबास को जब छोड़ने के समय बराबास को बहुत खुशी है। അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് ചിന്തിച്ചതാണ് അവന് ലഭിച്ചത്. उसकी जिंदगी में कभी नहीं मिलेगा बात उसको मिला है। അത് ലഭിക്കുമ്പോൾ അവൻ വലിയ സന്തോഷത്തോടെ ജയിലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. उसको मिलने समय बहुत खुशी से वो बाहर आ रहा है। എന്നാൽ അവൻ പുറത്തു വന്ന് അവൻ ചോദിച്ചു എന്നെ വിട്ടയക്കാനുള്ള കാരണം എന്താ? परंतु बाहर आने के बाद वो पूछता है कि मुझे बाहर निकालने का कारण क्या है? ഇത്രയും വലിയ തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെട്ട എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കണമെങ്കിൽ എന്തോ കാരണമുണ്ട്. इतना बड़ा गलती करके मुझे दंड दिया था, लेकिन उससे मुझे बाहर निकाला है तो मतलब कुछ कारण होगा। എനിക്ക് പകരം ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. मेरे बदले यहाँ पे कुछ हुआ है, അതുകൊണ്ടാണ് എനിക്ക് ഇളവ് ലഭിച്ചത്. इसलिए मुझे ये मिला है छूट। അതുകൊണ്ട് അവൻ പുറത്തു വന്ന് അന്വേഷിക്കുക. इसलिए मैं बाहर आके जो है ढूंढ रहा हूँ। അപ്പോൾ അവന് കിട്ടിയ മറുപടി നിനക്ക് പകരമായി ഇതാ ഒരു വ്യക്തി മരിക്കാൻ പോവുക. तो उनको मिला हुआ जवाब यह है कि देखो तुम्हारे बदले जो एक जन को चढ़ाने वाले हैं। നീ ചെയ്ത തെറ്റിന് പകരമായി വേറൊരാൾ ശിക്ഷിക്കപ്പെടുക. तुमने किया हुआ वो जो है गलत काम की वजह से दूसरे व्यक्ति को दंड दिया जाने वाला है। പ്രിയമുള്ളവരെ അതേ സംഭവമാണ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. प्रिय लोगों, यही जो संभव है हमारे और आपके जीवन में हुआ है। പാപം ചെയ്ത് എന്നേക്കുമായുള്ള ശിക്ഷ മരണമെന്ന ശിക്ഷ നമ്മുടെ മേലിരിക്കുമ്പോൾ തന്നെ पाप का जो है वो दंड जो मृत्यु है वो हमारे पर रहने के समय ही നമുക്ക് പകരമായിട്ടൊരു വ്യക്തി മരിച്ചു. हमारे बदले में एक व्यक्ति मरा है। നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായാണ് മരണപ്പെട്ടത്. हम मरने की जगह में हमारे बदले मरे हैं। അപ്പോ അങ്ങനെ നമുക്ക് ലഭിച്ച ആ രക്ഷയുടെ ആ സന്തോഷം तो हमें जो मिला हुआ ये जो उद्धार का हर्ष അത് നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. वो हमारी जिंदगी में रखना जरूरी है। ആ രക്ഷയുടെ സന്തോഷം നമുക്ക് ദൈവം തന്നപ്പോൾ നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ये उद्धार का हर्ष हमें देने के समय हमें संभाल के रखना हमारा वो फर्ज होता है। കാരണം ഇത് നമ്മുടെ തെറ്റ് മൂലം പാപം മൂലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ये हमारे पाप के वजह से ये नष्ट होने का कारण हो सकता है। ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടാൽ अगर वो उद्धार का हर्ष नष्ट हो गया तो നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും കൃത്യമായി നടക്കത്തില്ല. हमारे जिंदगी में कुछ भी काम सीधा नहीं होएगा। നമ്മുടെ ജീവിതത്തിൽ എന്നും ദുഃഖവും പ്രശ്നങ്ങളുമായിരിക്കും. हमेशा वो जो दुख और जो है प्रश्न होते रहेगा। ആ പ്രശ്നത്തിൽ നിന്ന് മറുപടി വരണമെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം നമ്മൾ പ്രാപിച്ചെടുക്കണം. वो प्रश्न का जवाब होना है तो हमें उसका खुशी को जानना चाहिए। ഇവിടെ പ്രൈസലോടെ ദാവീദിനെ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. यहाँ पे दाविद को उस उद्धार का हर्ष नष्ट हो गया। ദാവീദിന് അത് മനസ്സിലായില്ല. दाविद को पता नहीं चला, കാരണം ദാവീദ് ഇപ്പോൾ രാജാവാണ്. क्योंकि दाविद अभी राजा है। അവൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. वो सोचता है कि अभी तक मैं जो कर रहा हूँ वो सब बात अच्छा है। പക്ഷേ അവനെ അത് ഓർമ്മപ്പെടുത്തുവാൻ ഇതാ ദൈവം ഒരു പ്രവാചകനെ അയക്കുക. परंतु उसे उसका पाप को याद दिलाने के लिए परमेश्वर एक भविष्यवक्ता को भेजते हैं। 2 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്
दूसरा समूएल उसका 12 अध्याय में जाएंगे तो ऐसे देख सकते हैं യഹോവ നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. यहोवा ने दाऊद के पास नाथान को भेजा. നാഥാൻ പ്രവാചകനെ പറഞ്ഞു വിടുന്നത് ദാവീദിനെ തന്റെ തെറ്റുകളെ കുറിച്ച് ബോധം വരുത്താൻ. नाथान भविष्यवक्ता जो है उसको भेज रहे हैं दाविद का जो गलती को स्मरण करने के लिए है. ആമേ തന്റെ തെറ്റുകളെ ബോധം വരുത്തുവാൻ വേണ്ടി ഈ പ്രവാചകൻ കടന്നു പോകുമ്പോൾ उनका गलती के बारे में बताने के लिए जब ये भविष्य जाने के समय ഈ പ്രവാചകന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. उनके अंदर एक डर है. എന്തെന്നറിയാമോ? पता है क्या है? ശൗലിനോട് ശൗലിന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞവരെ എല്ലാം ശൗല് കൊന്നൊടുക്കി. शाऊल को शाऊल के पाप के बारे में बोला हुआ सभी लोग को उसने जो है मार दिया. ശൗലിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പോയാൽ അവിടെ പ്രശ്നമാണ്. अगर शाऊल को जो है अच्छा कुछ बताया जाएगा तो वहां पे समस्या है. അപ്പൊ അതേ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദാവീദും ചിലപ്പോൾ എനിക്ക് വിരോധമായി എന്തെങ്കിലും ചെയ്താലോ? तो वही सिंहासन में बैठने वाला दाऊद भी अगर मेरे विरुद्ध कुछ किया तो നാഥാൻ നേരെ ചെന്ന് നീ പാപം ചെയ്തു എന്ന് പറയുവാൻ നാഥാന് കഴിഞ്ഞില്ല. दाविद सीधा जाके जो है दाविद ने पाप क्या करके नाथान सीधा जाके नहीं बोल पाया. എന്നാൽ നാഥാൻ ചെന്ന് അവിടെ ചെന്നൊരു കഥ പറയുക. परंतु नाथान वहां पे जाके एक कहानी बोलता है. ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ചു. वो जो है कहानी बोली खत्म होने के समय राजा का जो है वो गुस्सा बढ़ गया. നമ്മൾ അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു എന്ന്. हम उसी अध्याय का 5वां आयत पढ़ने के समय वहां पे लिखा है कि दाऊद का कोप उस मनुष्य पर बहुत भड़क गया. ആ മനുഷ്യന്റെ നേരെ ജ്വലിച്ചത് उस मनुष्य के विरुद्ध भड़क गया. ഏത് മനുഷ്യനാ? कौन सा मनुष्य? ആ തെറ്റ് ചെയ്ത മനുഷ്യന്റെ നേരെ. वो पाप के मनुष्य के विरुद्ध. എന്നിട്ടും ദാവീദിന് മനസ്സിലായില്ല അത് താനാണെന്ന്. परंतु फिर भी दाऊद को नहीं समझ में आया कि वो है करके. നോക്കിയേ, തെറ്റ് ചെയ്ത് പാപം ചെയ്ത വ്യക്തിക്ക് ഇത്രത്തോളം കഥ പറഞ്ഞു കൊടുത്തിട്ട് പോലും മനസ്സിലായില്ല. परंतु देखिए पाप किया हुआ इतना बड़ा पाप किया हुआ व्यक्ति को भी वो कहानी वो बोलने के समय भी नहीं समझ में आया. ആ പലപ്പോഴും അങ്ങനെയാ. കാരണം ആ തെറ്റ് അവന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അവനൊന്നും മനസ്സിലാകത്തില്ല. कई बार ऐसे ही है, वो गलती अगर उसको खुश कर दिया तो उसको समझ में नहीं आएगा. അപ്പൊ ഈശോനോട് ഒരിക്കൽ ഒരു വ്യക്തിയോട് ദൈവം ഒരു ആലോചന ഇങ്ങനെ പറയാനിടയായി. एक बार एक व्यक्ति को परमेश्वर ने ऐसे एक जो बताए थे. ആമേൻ. ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഞാൻ മൂലം സംസാരിക്കാൻ ഇടയായി. वो जो है मेरे द्वारा उस व्यक्ति से बात करने के लिए हुआ. ആമേൻ. ഈശോനോട് ശുശ്രൂഷിക്കുമ്പോൾ ആ ഒരു ദൈവദാസന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തി. तो वो जो उनका सेवाई के बारे में अभी जो हो रहा है उसके बारे में परमेश्वर की आत्मा ने प्रकट किए. പക്ഷെ അദ്ദേഹം അത് അത്രത്തോളം അത് സ്വീകരിച്ചില്ല. परंतु व्यक्ति ने जो है उतना उसको स्वीकार नहीं किया. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ല. मतलब उस व्यक्ति को उसका गहराई नहीं समझ में आया. ഞാൻ പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ അടുത്ത ദിവസം ആ വിഷയം സംസാരിക്കാനിടയായി. मैं बाद में उस व्यक्ति को मिलने के समय मैं इसके बारे में बात करने के लिए अवसर हुआ. അദ്ദേഹത്തോട് അത് കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ കാര്യത്തെ കുറിച്ച് എന്നോട് വ്യക്തമായിട്ട് സംസാരിക്കാനിടയായി. वो उस व्यक्ति को जो है इसके बारे में वापस मिलने से मैं बात किया था. അദ്ദേഹം പറഞ്ഞു, ദൈവദാസൻ പറഞ്ഞതെല്ലാം ശരിയാ. मैंने बोला क्या परमेश्वर की दास ने कहा वो सब सही है. എന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ട്. मेरी जिंदगी में कुछ विषय है. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അത്രത്തോളം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. परंतु मैं जितना बोला जो है उस व्यक्ति को उसमें जो है प्रबल नहीं हो पाया. ഞാൻ അദ്ദേഹത്തിന് അതിൽ നിന്നും പുറത്തു വരുവാനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. मैं उस व्यक्ति को उससे बाहर निकलने का एक सोल्यूशन बताया. പക്ഷെ അദ്ദേഹം അതിന് റെഡിയാണ്. परंतु उस व्यक्ति उसके तैयार नहीं है. അതുകൊണ്ട് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ उसके हुआ क्या है? അതിനുശേഷം പലവിധമാകുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. उसके बाद कई सारे जो विषय वो जिंदगी में हुआ उनके. ദൈവാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ परमेश्वर की आत्मा एक बात जो है बात प्रकट करने के समय അത് മനസ്സിലാക്കുവാനുള്ള ആ ദൈവ കൃപ ഉണ്ടായിരിക്കണം. उसे समझने के लिए परमेश्वर का वो कृपा होना चाहिए. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് वो उद्धार का हर्ष नष्ट हुआ व्यक्ति को തന്റെ പാപത്തെ കുറിച്ച് ഒരിക്കലും ബോധം വരണമെന്ന് നിർബന്ധമില്ല. उनके पाप के बारे में वो बोध होना जरूरी नहीं है. ആ വ്യക്തമായിട്ടാണ് ഇവിടെ നാഥാൻ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത്. यहाँ पे जो नाथान भविष्यवक्ता एकदम व्यक्तित्व से बता रहे हैं. താൻ പറഞ്ഞതായ ആ കഥയിലെ വ്യക്തി ആരെന്ന് പോലും ദാവീദിനൊരു പശ്ചാത്താപം തോന്നിയില്ല. वो जो है कहानी में व्यक्ति कौन है उसके बारे में सोच के भी वो दावीद को एक पश्चाताप नहीं हुआ. അതുകൊണ്ട് ദാവീദ് ആ വ്യക്തിക്ക് നേരെ അവന്റെ കോപം ജ്വലിക്കുകയും
इसीलिए वो दाऊद को उस व्यक्ति के विरुद्ध वो कोप हुआ മാത്രമല്ല അവനുള്ള ശിക്ഷ പോലും അവൻ കൽപ്പിക്കാനിടയായി. और उसके लिए शिक्षा तक उसने जो है दिया, आज्ञा दिया. അവൻ മരണയോഗ്യൻ, അവൻ മരിക്കണം. वो मरने के योग्य है, वो मरना चाहिए. പലപ്പോഴും നമ്മുടെ ഈ അവസ്ഥ ഇതല്ലേ? कई बार हमारा अवस्था भी ऐसी है ना, മറ്റുള്ളവരെ ന്യായം വിധിക്കുവാൻ നമ്മൾ മുൻപ് നിൽക്കും. दूसरों के लिए न्याय करने के लिए हम आगे रुकते हैं, മറ്റുള്ളവരെ വിരൽ ചൂണ്ടാൻ നമ്മൾ മുൻപ് നിൽക്കും. दूसरों के लिए ऊपर उंगली उठाने के लिए हम विरोध रुक जाते हैं. പക്ഷെ നമ്മെക്കുറിച്ച് നാം ഒന്ന് പരിശോധിക്കാറുണ്ടോ? परंतु हमारे बारे में हम थोड़ा जो है ढूंढते हैं क्या, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അതുപോലുള്ള കുറവുകൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ടോ? मेरे जिंदगी में वैसा कुछ कमी घटी है क्या, हम ढूंढते हैं क्या. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നു നമ്മൾ മറ്റുള്ളവർക്ക് വിരോധമല്ല, നാം നമ്മെ തന്നെ പരിശോധിക്കണം. प्रिय लोगों, परमेश्वर का वचन कहता है हम दूसरे के विरुद्ध नहीं, हमें अपने आप को ही ढूंढना है. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. कोरिन्थियों की किताब में प्रेरित पौलुस के बारे में व्यक्तित्व से कहा गया है, തന്നെത്താൻ ശോധന ചെയ്യണമെന്ന്. अपने आप को ही जांचना है. നമ്മൾ ഈ വചനം വായിക്കുന്നത് കർത്തൃമേശയുടെ സമയത്ത് മാത്രമാണ്. हम ये वचन पढ़ते हैं सिर्फ जो प्रभु भोज के समय है. ആ കർത്തൃമേശയുടെ സമയത്ത് ദൈവദാസൻ പറയും തന്നെത്താൻ ശോധന ചെയ്തിട്ട് ഇത് കഴിക്കണം. प्रभु भोज के समय में प्रभु के दास बोलते हैं इसे जो अपने आप को जांच कर सिखाओ करके. അത് ആ സമയത്ത് മാത്രം പഠിക്കാനുള്ള വാക്യമല്ല, वो उस समय सिर्फ पढ़ने का वाक्य नहीं है, ഓരോ ദിവസവും നമ്മൾ വായിക്കാനുള്ള വാക്യമാണ്. हर दिन हमें जो पढ़ने वाला वचन, पढ़ना चाहिए അതെ, वचन है. തന്നെത്താൻ ശോധന ചെയ്യും. अपने आप को जो है നാം ढूंढना. നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ നാം മറ്റൊരു വ്യക്തിക്ക് വിരോധമായി വിരൽ ചൂണ്ടത്തില്ല. हाँ, अपने आप को ही जांचेंगे तो हम दूसरे व्यक्ति के पास नहीं जाएंगे, കാരണം മറ്റൊരു വ്യക്തിയെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മുടെ കുറവുകൾ നമ്മുടെ മുമ്പ് നിൽക്കുക. क्योंकि दूसरे व्यक्ति को जो है हम हाथ उठाने से पहले हमारा जो है उसमें है. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുകളും ഇല്ല എങ്കിൽ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് വിരോധമായി വിരൽ ചൂണ്ടാൻ കഴിയും. हमारे पे दूसरे की जिंदगी में अगर हमारी जिंदगी में कुछ नहीं तो हम दूसरे के इसमें ही तभी हम हाथ उठा सकते हैं. യേശു ക്രിസ്തു അതാണ് നമ്മെ പഠിപ്പിച്ചത്. यीशु मसीह ने वही सिखाया है. യേശു എന്താ പറഞ്ഞത്? यीशु मसीह ने क्या कहा है? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. तुम में से जो पाप नहीं किया वो पहले जो है पत्थर उठाए. ഇവിടെ വലിയ പാപവും ചെയ്തിട്ട് വലിയ കല്ലുമായി നിൽക്കുക. यहाँ पे तो बड़ा पाप लेके बड़ा पत्थर लेके बैठे हैं. കാരണം എന്റെ പാപം മറ്റാർക്കും അറിയത്തില്ല. क्योंकि मेरा पाप किसी को नहीं पता है. ഞാൻ ചെയ്ത തെറ്റ് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. मैंने जो किया वो गलती दूसरे व्यक्ति को नहीं पता है. ദൈവം ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. परमेश्वर दाऊद को एक काम बोलते हैं. ഈ 2 ശമൂവേൽ 12 അധ്യായത്തിൽ ये दूसरे शमूएल 12 अध्याय में ദൈവം ദാവീദിനോട് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം നമ്മൾ ഇവിടെ വായിക്കുന്നു. परमेश्वर दाऊद को बोला सबसे श्रेष्ठ बात हम यहाँ पढ़ सकते हैं. 12 അധ്യായത്തിന്റെ 12 വാക്യം. उसका 12 अध्याय का 12 आयत. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം ദാവീദിനോട് ചൂണ്ടിക്കാണിക്കുക. यहाँ पर परमेश्वर दाऊद को जो है बता रहे हैं. എന്താണെന്നറിയാമോ? क्या है पता है? നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലിലൊക്കെയും കാണുക സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. वचन में से लिखा है तूने तो वह काम छिपा कर किया, पर मैं यह काम सब इस्राएलियों के सामने दिन दोपहर ही करा होगा. ഇങ്ങോട്ട് നോക്കിയേ, ദാവീദിനോട് ദൈവം പറയുന്ന കാര്യം. तो यहाँ पे देखिए दाऊद को जो है परमेश्वर बोलने वाला वचन. അല്ലയോ ദാവീദേ, നീ അത് ഇരുട്ടത്തിൽ രഹസ്യമായിട്ടാ ചെയ്തത്. दाऊद तूने मुझे रहस्य में किया है, रात में. അത് ആരും കണ്ടിട്ടില്ല. कोई भी नहीं देखा है. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം വേറെ ആരും കാണുന്നില്ല. तुम्हारे और मेरे जीवन में होने वाली बातें कोई और नहीं देखता होगा. ഇവിടെ ദാവീദിനോട് പറയുന്നു നീ അത് ഒളിച്ചു ചെയ്തതാ, രഹസ്യത്തിൽ ചെയ്തതാ. दाऊद को बोल रहे कि तुम जो है वो छुप के किया है, रहस्य में किया है. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? परंतु पता है मैं क्या करूंगा? അത് സൂര്യന്റെ വെട്ടത്ത് തന്നെ ഇസ്രായേൽ ഒക്കെയും കാണുക ഞാൻ ചെയ്യും. वो सूरज के जो है वो दिन में ही वो इजरायलियों के सभी लोग के सामने मैं दोपहरी में करूंगा. അതുകൊണ്ട് ആ ദൈവവചനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. इसलिए परमेश्वर के वचन में दाऊद से कहता है നിന്നെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? तुझे छुपकर मैं कहाँ जाऊं? ഇരുട്ട് പോലും നിനക്ക് വെളിച്ചമായിരിക്കും. अंधकार भी जो है, रात भी तुम्हारे दिन के समान है. ദൈവത്തിന്റെ കൺമുൻപിൽ നിന്നും ഓടി ഒളിക്കാൻ കഴിയത്തില്ല. परमेश्वर की नजरों से ऐसे भागने के नहीं होगा. അത് മനസ്സിലാക്കിയ ദാവീദാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. वो समझा हुआ दाऊद है प्रार्थना करने लगा. ഇവിടെ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നത്, यहाँ पे नातान भविष्यद्वक्ता ऐसा कहता है दाऊद से,
നീ ചെയ്തത് രഹസ്യത്തിലാ, പക്ഷെ ഞാൻ ഇത് പരസ്യമാക്കാൻ പോവുകയാണ്. तुमने ये रहस्य में किया है, परंतु मैं इसे जो है सबको बताने वाला हूँ। എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. मुझे सुनने वाले भाई बहनों, हमारे हमारे जीवन में, आपके मेरे जीवन में जो है प्रकट करने वाले वचन, ആ ദൈവ സന്നിധിയിൽ നമുക്കൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല. वो चरणों में, परमेश्वर के चरणों में हम कुछ भी नहीं छुपा सकते हैं। അതുകൊണ്ട് ദൈവവചനം പറയുന്നത് സകലതും നഗ്നവും മലർന്നതുമായിരിക്കുന്നു. इसलिए परमेश्वर का वचन कहता है कि सब कुछ परमेश्वर के चरणों में, सब कुछ एकदम खुला के समान है। ദൈവ സന്നിധിയിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. परमेश्वर के चरणों में हम कुछ भी छुपा नहीं सकते हैं, മനുഷ്യന്റെ മുമ്പിൽ മറച്ചു വെക്കാം. पर मनुष्य के सामने छुपा सकेंगे। മനുഷ്യർ നമ്മെ കാണത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. हम सोच सकते हैं कि मनुष्य हमें नहीं देखेंगे, പക്ഷേ ആമേ ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നമുക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. परंतु परमेश्वर की जो है नजरों से हम नहीं छुपा सकते हैं। ദൈവം പറയുക, ആമേ ഞാൻ നിന്റെ പാപങ്ങളെ എല്ലാം കണ്ടു. और वचन कहता है कि मैंने तुम्हारे सारे पाप को देखा है। ഈ കാര്യം പറഞ്ഞപ്പോൾ ദാവീദിന്റെ പശ്ചാത്താപം തുടങ്ങി. वो वचन बोलने के समय जो दाऊद के मन में जो पश्चाताप हुआ। ദാവീദ് പറയുക, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. दाऊद कहता है कि मैं परमेश्वर से जो है, मैं यहोवा से पाप किया है। ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോഴും അവൻ ദൈവത്തോട് നിലവിളിച്ചില്ല. वो व्यक्ति तुम है करके बोलने के समय भी जो है वो नहीं चिल्लाया। അവന്റെ തെറ്റുകളെ വെളിപ്പെടുത്തി അവന്റെ ശിക്ഷ, അവൻ വിധിച്ച ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പശ്ചാത്തപിക്കാൻ തുടങ്ങി. लेकिन वो जो उसके जो है उसके गलत के बारे बताकर, उसको जो दंड मिला करके उसने जो प्रख्यापन किया था, वो बताने के समय उसको पाप के बारे पता चला। അവൻ ഇതാ ദൈവസന്നിധിയിൽ നെടുമ്പാടായി വീണ് കിടന്ന് നിലവിളിക്കുക. वो परमेश्वर के चरणों में जो है वो चिल्ला रहा है। പ്രിയമുള്ളവരെ, ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി തന്നാൽ, प्रिय लोगों, परमेश्वर अगर एक बात अगर जो है व्यक्ति करके देते हैं, നമ്മുടെ കുറവുകളെ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ हमारे कमी घटी को बताने के समय ദൈവസന്നിധിയിൽ നെടുമ്പാടായി വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. परमेश्वर के चरणों में हमें जो है गिर कर प्रार्थना करना चाहिए। കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ അഹങ്കരിക്കുകയല്ല ചെയ്യുന്നത്. जब भी वो जो है कमी घटी को बताने के समय अहंकार नहीं करना है। എനിക്കറിയാം ഒരു ദൈവദാസനെ. मुझे पता है एक प्रभु का दास, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ആമേൻ വന്ന ഒരു മനുഷ്യനാണ്. वे बहुत ही जो है मेहनत करके आए व्यक्ति है, എന്നാൽ ആ സുവിശേഷ വേലയിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ परंतु उस सेवकाई में जो परमेश्वर को उपयोग करने के समय ആമേൻ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് ഒരു സന്ദേശം അയച്ചു. परमेश्वर की आत्मा ने उनको एक से संदेश भेजे। മഹാരാഷ്ട്രയിൽ നടന്നതാ. കേരളത്തിൽ നിന്ന് വന്ന ഒരു ദൈവദാസൻ जो है महाराष्ट्र में वो संभव है, केरला से आए हुए परमेश्वर का दास, അദ്ദേഹം ശുശ്രൂഷ കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരിയെ നോക്കി ഒരു ദൂത് പറഞ്ഞു. वे जो सेवा करने समय उन्होंने एक जो है बहन को देखकर एक जो संदेश बोला। ആ ദൈവദാസന് ഇത് ഒരു പാസ്റ്ററുടെ ഭാര്യ എന്ന് അറിയത്തില്ലായിരുന്നു. वो प्रभु के दास को नहीं पता कि वो एक प्रभु के जो है दास की पत्नी है करके। അദ്ദേഹം ആ ദൈവ ശുശ്രൂഷ കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവിനോട് നെടുമ്പാടായി വീണ് കരയാൻ പറഞ്ഞു. उन्होंने कहा कि इन दिनों में जो अपने जो पति है उसको जो है विलाप करके रो करके। ആമേൻ, പ്രൈസ് ദി ലോർഡ്. തന്നോട് ആമേൻ ദൈവസന്നിധിയിൽ നെടുമ്പാടായി വീണ് കരയാനാ പറഞ്ഞേ. परमेश्वर के चरणों में रह के जो है उसको रोने बोला है। ഭാര്യ വന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞിരിക്കുക. तो ये जो है ये पासवान ने ऐसा के बोला करके उन्होंने पति को बताया। ആ പ്രൈസ് ദി ലോർഡ്. ആ ദൈവദാസൻ അല്ലെങ്കിൽ ഈ സഹോദരിയുടെ ഭർത്താവായ ദൈവദാസൻ तो ये जो बहन का जो है पति था, जो प्रभु का दास, അദ്ദേഹത്തിനോട് ഈ കാര്യം പറയുമ്പോൾ उस व्यक्ति को ये बात बताने के समय അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്നറിയാമോ? उसने पता है क्या किया? അദ്ദേഹം ആദ്യം ഭാര്യയോട് കയറി കയർത്തു. उन्हें पहले जो है अपनी पत्नी से जो थोड़ा गुस्सा हुए, ഭർത്താവിന് കൊടുക്കാനുള്ള മെസ്സേജ് ഭാര്യയുടെ കയ്യിൽ എന്തുകൊണ്ട് ആ ദൈവദാസൻ കൊടുത്തയച്ചു. पति को दिया हुआ क्यों पत्नी के हाथ में दिया करके वो पूछने लगे। ഭർത്താവിനോട് പറയേണ്ടത് ഭാര്യയോട് അല്ല പറയേണ്ടത്, അത് ഭർത്താവിനോട് തന്നെ പറയണം. पति को जो बोलने के बाद पत्नी को नहीं बोलना है, वो पति को ही बोलना है करके। ആ ഒന്നാമത് അദ്ദേഹം ചെയ്ത ഈ വലിയ തെറ്റാണ്. ये तो सबसे बड़ा उन्होंने जो है गलत किया। രണ്ടാമത്, ഞാനൊരു പാസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാൻ എന്തിനാ നെടുമ്പാടായി വീണ് കരയേണ്ടത്? और दूसरा कि मैं पासन होने से मैं क्यों जो है गिर के रोना चाहिए। ആ രാത്രി തന്നെ ആ നാട്ടിൽ നിന്ന് കടന്നു വന്ന ദൈവദാസനെ ഫോൺ ചെയ്ത് വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് ക്ഷമ പറയിച്ചു. तो उस रात को ही उन्होंने जो गांव से बुलाया हुआ उस पासवान को जो है फोन करके बुलाकर उनसे क्षमा बोलने लगाया। ആ ദൂത് പറഞ്ഞ ദൈവദാസൻ ക്ഷമ ചോദിച്ചു.
वो दूत वो जो है बोला हुआ जो प्रभु का दास है वो उन्होंने क्षमा मांगे, അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി. वो वापस गांव में चले गए। എന്നാൽ നടന്ന സംഭവം എന്തെന്നറിയാമോ? लेकिन पता है क्या हुआ वहां पर? ചില ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രൈസലോട് ദൂത് അതുപോലെ നടന്നു. तो कुछ दिनों के बाद वो जो दूध है वो वैसे ही हुआ। എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന സഭ ചിതറിപ്പോയി. क्या हुआ पूछेगा तो उन्होंने जो आराधना करते वो सभा जो है वो कलीसिया वो तितर बितर हो गया। ആ വിഷയം നടക്കാതിരിക്കാനാണ് ദൈവാത്മാവ് ആദ്യമായിട്ട് ദൂത് പറഞ്ഞത്. वो वैसा एक संभव नहीं होने के लिए परमेश्वर की आत्मा ने पहले से उनको जो है वो संदेश दिया था। എന്നാൽ ആ സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നു. परंतु वो काम ऐसा होने के समय परमेश्वर के दास ने एक दर्शन दिया था। ആമേൻ. ഞാൻ സഭയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ച് ഒരു വലിയ കല്ല് വന്ന് ചേറിൽ വീഴുക, കിച്ചട്. मैं जब है जो है प्रार्थना करने से जो है एक बड़ा पत्थर जो है ऐसा आते हुए ആമേൻ ചേറിൽ വന്ന് വീഴുക, കിച്ചട് മേഖല. किचड़ में आके गिरा। അത് വീണിട്ട് അതിങ്ങനെ ഈ ചേർ 4 സൈഡും തെറിക്കുന്നതായിട്ട് കാണാനിടയായി. तो वो आगे ऐसे कीचड़ में गिरने के समय चारों आजू बाजू ऐसा उड़ते हुए हमने देखा। അപ്പൊ അത് മറ്റുള്ളവർക്കും അത് ദോഷമായിട്ട് ഭവിക്കുന്ന ഒരു വിഷയം നടക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി. तो मतलब दूसरों के लिए भी मुश्किल होने वाला एक बात हमने देखा है। ഞാൻ സഭയിൽ ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. और सभा में ये वचन बोल के हमने प्रार्थना करने शुरू किया। കാരണം ഈ വിഷയം നടക്കുന്നത് ഞങ്ങളുടെ അടുത്ത സ്ഥലത്താണ് ഇത് നടക്കുന്നത്. क्योंकि विषय जो हो रहा है हमारे जो है बाजू में जगह में ही हो रहा है। എന്നാൽ ഈ കല്ല് വീണ് തെറിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ദോഷമായി തീരാതെ വണ്ണം ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. परंतु ये जो होने वाला जो दूसरों को दोष ना हो ये सोच के हम प्रार्थना किया। ചില ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചു. പക്ഷേ മറ്റു യാതൊരു സഭയ്ക്കും അതൊരു ദോഷമായി മാറിയില്ല. तो कुछ दिनों के बाद वो हुआ लेकिन वो जो है कली से वो कुछ नहीं हुआ। കാരണം ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഈ കാര്യം ഞാൻ അറിഞ്ഞത് लेकिन व्यक्ति का ये बात मुझे पता चला। ഇദ്ദേഹം തന്നെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞതാണ്. ये व्यक्ति जो है हमारे पास में ये घर में सेवकाई करने से उन्होंने बताया था। അദ്ദേഹം അഹങ്കാരത്തോടെ ഈ കാര്യം പറഞ്ഞത്. उन्हें बहुत घमंड से ये बात बताया था। ആ ഭർത്താവിന് കൊടുക്കാനുള്ള മെസ്സേജ് എങ്ങനെയാ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. हाँ वो पति को देने वाला जो है संदेश क्यों पत्नी के हाथ में दिया। ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ക്ഷമ പറയിച്ചു. इसलिए मैंने उनसे वो माफी मांगने लगाया। പക്ഷെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ആമേൻ ആ സഭ ചിതറിപ്പോയി. परंतु हुआ ये है कि उनका जो सभा है वो पूरा जो है अलग अलग हो गया। 100-100 ആൾക്കാർ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. 100 के ऊपर जो लोग एक आराधना कर रहे थे। ഇന്ന് അദ്ദേഹം നിന്ന ആ സംഘടനയ്ക്ക് അവിടെ സഭയില്ല. परंतु आज वो व्यक्ति जो है वो खड़े थे वो जो है संगठन है उसके लिए कोई कलीसिया नहीं है। ഇന്നല്ല ആമേൻ ആ ചിതറിച്ചതിൽ ആ ആത്മാക്കളെല്ലാം ചിതറിപ്പോയി. आज नहीं जो है आज देखेंगे तो उनमें जितनी भी आत्माएं थे सब कुछ चला गया। അതിൽ ചിലരെ നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. कुछ लोगों को उसमें से विश्वास से ना गिरते हुए रुकने के लिए परमेश्वर मेरी सहायता किया। കാരണം ആമേൻ ദൈവം പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. क्योंकि परमेश्वर जो बोलता है उसको जो है उसके अनुसार करना उसको सुनना वो हमारा काम है। ആമേൻ ദൈവം പറയുമ്പോൾ ഒരു ദൈവദാസനിൽ കൂടെയോ ഒരു ദൈവ പൈതലിൽ കൂടെയോ ഒരു ആലോചന പറഞ്ഞാൽ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. परमेश्वर व्यक्ति के द्वारा या फिर बच्चों के द्वारा कुछ बोलने के समय उसे हाँ करके बोल के अपनाना जरूरी है। അത് എന്റെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് എന്റെ കടമയാണ്. तो मेरे जिंदगी अगर कुछ हुआ है तो वो उसे बोलकर उसे प्रार्थना करना जरूरी है। അല്ലാതെ ദൈവം പറയുന്ന ആലോചന ആമേൻ അതിനെ എതിർത്ത് നിൽക്കുകയല്ല ചെയ്യണം. ये तो परमेश्वर ने बोला हुआ वो जो है जो संदेश दिया है उसके विरोध नहीं जाना चाहिए। എന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് പറഞ്ഞാലും അത് എന്താണെന്ന് ഞാൻ പരിശോധിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. मेरे जीवन में जो एक छोटा बच्चा भी अगर कुछ बोलता है तो वो क्या है करके मैं ढूंढता हूँ। കാരണം ദൈവത്തിന്റെ ആലോചന ആരിൽ കൂടെ എങ്ങനെ എപ്പോൾ പറയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. क्योंकि परमेश्वर का जो इच्छा है वो कभी किसी की भी द्वारा बोलेगी बता नहीं सकते हैं। അതുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. इसीलिए परमेश्वर की आत्मा अगर हमें कुछ बोलता है तो उसे स्वीकार करके प्रार्थना करना चाहिए। ദൈവഭക്തന്മാർ ആമേൻ നിലത്ത് കവിണ്ണ് വീണു പ്രാർത്ഥിച്ചു എന്ന് തിരുവചനം പറയും. वहाँ पे लिखा है परमेश्वर का वचन कहता है कि परमेश्वर के भक्त जो है नीचे जमीन पे गिर के वे लोगों ने प्रार्थना करते हुए हम देखते हैं।
എന്റെ ജീവിതത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. मेरी जिंदगी में वो सब हुआ है। ദൈവം ചില വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആമേൻ മുഖം തറയിൽ വെച്ച് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. तो वहां पे हम देखा और ऐसा भी है कि जो है सर के जो है बल होकर अपना मुंह को छिपाते हुए भी प्रार्थना करते हुए, ആമേൻ അങ്ങനെ പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം മറുപടി തന്നിട്ടുണ്ട്. ऐसे सब प्रार्थना करने से परमेश्वर ने उसका जवाब भी दिया है। ഞാൻ പറഞ്ഞു वന്ന വിഷയം എന്താണെന്നറിയാമോ? मैंने जो बोल किया विषय ये है, നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ് ഏറ്റെടുത്തു. नाथान जो भविष्यवक्ता जो है वो दावीद को बोलने से दावीद ने उसको अपनाया। അവന് മനസ്സിലായി ചില നാളുകളായി എന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ട്. उनको समझ में आया कि कुछ दिनों से जो है कुछ बदलाव है मेरी जिंदगी में, പക്ഷെ അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. परंतु वो समझने के नहीं हुआ उनको। നാഥാൻ പറഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത്. नाथान भविष्यवक्ता बोलने के समय उनको वो समझा। അതിന് 13-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, ആമേൻ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. इसका 13 में कहता है, दाऊद कहता भी है कि मैंने यहोवा के विरुद्ध पाप किया है। അവൻ പശ്ചാത്തപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. वो पश्चाताप करके परमेश्वर से प्रार्थना करता है ഉടനെ മറുപടി ലഭിച്ചു. और तुरंत उनको जवाब मिलता है। എന്താ മറുപടി എന്നറിയാമോ? पता है क्या जवाब है? യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, यहोवा तुम्हारे पाप को जो है उद्धार दिया है, നീ മരിക്കയില്ല. तुम मरेगा नहीं। കുറച്ചു മുമ്പ് ദാവീദാ പറഞ്ഞത് മരിക്കണമെന്ന്. क्योंकि कुछ देर पहले दावीद ने ही बोला कि वो मरना है करके, അവനാണ് ന്യായം വിധിച്ചത്. वो ही जो है न्याय किया है। പക്ഷെ ദൈവം അവനോട് പറയുന്നു നീ മരിക്കയില്ല. परंतु परमेश्वर कहता है कि तुम नहीं मरेगा। കാരണം എന്താണെന്നറിയാമോ? कारण क्या पता है? നീ പാപം ഏറ്റെടുത്ത് പശ്ചാത്തപിച്ചത് കൊണ്ട് നീ മരിക്കയില്ല. तुमने पाप जो है अंगीकार करके जो पश्चाताप किया, तुम नहीं मरेगा। നീ എന്റെ സന്നിധിയിൽ നെടുമ്പാടായി വീണ് കരഞ്ഞത് കൊണ്ട് ഞാൻ നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. तुम मेरे चरणों में जो है रोया है, इसलिए मैं तुम्हारे पाप के लिए क्षमा किया है। അതെ, ദാവീദ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. കർത്താവേ, ആമേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. दाऊद ने ऐसी प्रार्थना किया कि तुम्हारे जो है वो उद्धार का जो हर्ष मुझे दीजिएगा। കാരണം എന്താണെന്നറിയാമോ? कारण क्या पता है? ചില നാളുകളായി രാജഭരണം നടത്തിക്കൊണ്ട് വരുന്നു. कुछ दिन से जो अपना जो राज चला रहा है, അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. उनका जो है खुशी नष्ट हो गया। അവന് സന്തോഷമില്ല. उनको जो है खुशी नहीं है, കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. काम सब जा रहा है, അവന്റെ ഉള്ളിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു. उनके अंदर का जो है खुशी वो जो नष्ट हो गया है, അത് മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല. वो समझने की उनको नहीं हुआ, അത് അനുഭവിക്കാൻ അവന് കഴിഞ്ഞില്ല. वो अनुभव करने उनको नहीं हुआ। പക്ഷെ നാഥാൻ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. परंतु वो नाथान भविष्यवक्ता बोलने से उनको समझ में आया। ഒരു പ്രവാചകൻ വന്ന് അവനോട് കാര്യം പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. एक भविष्यवक्ता आके उनको बात बताने से उनको समझ में आया। അവൻ പറഞ്ഞില്ല, അല്ലയോ നാഥാനെ നീ എന്നോട് ഇത് എങ്ങനെയാ പറയുന്നെന്ന് ചോദിച്ചില്ല. वो ये नहीं पूछा कि नाथान भविष्यवक्ता तुम कैसे मुझे बोल सकते हो करके, ഞാൻ രാജാവാണ് അതുകൊണ്ട് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുമെന്ന് അവൻ പറഞ്ഞില്ല. मैं राजा है तो मैं अपने इच्छा के अनुसार करेगा करके नहीं बोला। ഇന്നത്തെ രാജാക്കന്മാരാണെങ്കിൽ നാഥാനെ കഴുത്തറുത്ത് കൊന്നേനെ. आज का अगर राजा लोग होते तो वो नाथान को उधर ही गला काट के मार देते थे। ആ കാരണം ഞാൻ രാജാവാ, कारण क्या है कि हाँ मैं राजा है, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യാം. मुझे जो इच्छा होगा मैं करूंगा, എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. मुझे कोई पूछना नहीं चाहिए, എനിക്ക് വിരോധമായിട്ട് ആരും കൈ ചൂണ്ടാൻ പാടില്ല. मेरे विरोध में कोई जो हाथ नहीं उठाना चाहिए, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. मैं जो बोलता वही सही है। പക്ഷെ ദാവീദ് അങ്ങനത്തെ സ്വഭാവമല്ലായിരുന്നു. परंतु दाऊद का वैसा स्वभाव नहीं था। സ്വഭാവം ഉണ്ടായിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. वो स्वभाव होने वाला एक राजा था। ആദ്യം വരുന്ന ശൗലിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. शाऊल का जो है स्वभाव ऐसा था, എന്നാൽ ദാവീദിന്റെ സ്വഭാവം നേരെ മറിച്ചാ. परंतु दाऊद का जो स्वभाव अलग था। അവൻ എപ്പോഴും ദൈവസന്നിധിയിൽ കരയുന്നവനാ. वो हमेशा परमेश्वर के चरणों में रोने वाला व्यक्ति था। ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കിയവൻ, परमेश्वर के हृदय को समझा हुआ व्यक्ति, ദൈവത്തിന്റെ ഹൃദയം എന്തെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞവനാ ദാവീദ്. परमेश्वर का हृदय को व्यक्ति से जाना हुआ है दाऊद। അതുകൊണ്ടാണ് ദൈവം അവനെ സാക്ഷ്യപ്പെടുത്തിയത്, इसीलिए परमेश्वर ने जो है इसके बारे में गवाही दी है, എന്റെ ഹൃദയപ്രകാരം നടക്കുന്ന മനുഷ്യൻ. मेरे हृदय के अनुसार चलने वाला व्यक्ति। ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് പരിശോധിക്കാം. आज सुबह के समय अपने आप को हम जो है परखेंगे, നമ്മൾ ദൈവത്തിന്റെ ഹൃദയ പ്രകാരം നടക്കുന്ന വ്യക്തിയാണോ? हम जो है परमेश्वर के हृदय के अनुसार चलने वाले व्यक्ति है क्या? ദൈവത്തിന്റെ ആലോചന കേട്ട് ചെയ്യുന്നവരാണോ? परमेश्वर का जो है इच्छा को सुन के सुनने वाले लोग है क्या? ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണോ? परमेश्वर सुन के परमेश्वर से जो है प्रसन्न होने वाले जो है क्या? അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? या मनुष्य को जो है प्रसन्न करने वाला है? മനുഷ്യർ കൈയടിക്കും, मनुष्य जो है जो है ताली मारेगा, നമ്മോട് സഭാഷ് എന്ന് പറയും. हाँ मैं जो है शाबाश करके बोलेंगे, നിന്റെ പ്രസംഗം കൊള്ളാം, നിന്റെ എല്ലാ പരിപാടിയും കൊള്ളാമെന്ന് പറയും. तुम्हारा भाषण अच्छा है, तुम्हारा सब कुछ अच्छा है करके बोलेंगे.
പക്ഷേ നമ്മുടെ ദൈവം അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല എങ്കിൽ परंतु हमारा परमेश्वर अगर ऐसा एक वचन नहीं बोलेंगे तो പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. प्रिय लोगों, हमारे जीवन से कोई भी जो है प्रयोजन नहीं है। ദൈവം നമ്മിൽ പ്രസാദിക്കണം, परमेश्वर हमें प्रसन्न होना चाहिए, ദൈവം സന്തോഷിക്കണം. परमेश्वर खुश होना चाहिए। അത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ मेरे हृदय के अनुसार है करके दावीद ऐसा है करके बोला है तो എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന്റെ സാക്ഷ്യം എന്താണ്? मेरे और आपके बारे में परमेश्वर गवाही क्या है? നമ്മുടെ സാക്ഷ്യമല്ല, हमारा गवाही नहीं, നമ്മുടെ चुറ്റും നിൽക്കുന്നവരുടെ സാക്ഷ്യമല്ല, हमारे जो है जो के गवाही नहीं। ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാക്ഷ്യമാണ് നമുക്ക് ആവശ്യം. इस सुबह के समय परमेश्वर का गवाही हमें चाहिए। ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിക്കാം, ദൈവം എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്. हमें आज सुनना है, सोचना है कि परमेश्वर हमारे बारे में क्या कहते हैं। അത് എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ ആമേൻ ഓരോ കാര്യങ്ങൾ കൊണ്ടും ദൈവം എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്. हमारे काम की वजह से, हमारे जो कार्य की वजह से परमेश्वर क्या कहता है। ഇന്നലെ വരെയും ആയിരുന്ന വ്യക്തിയാണോ ഇന്ന് എന്നൊന്ന് പരിശോധിക്കാം. अभी तक तो था वैसा व्यक्ति है क्या, हमें सोचना है। ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിക്കാം. तो हमें जो है ये ढूंढना है, ആമേൻ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के चरण में हमें देना है। ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आइए हमारे आंखों को बंद करें। ദാവീദ് പറയുന്നു, दावीद कहता है, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. तुम्हारा जो उद्धार का हर्ष मुझे वापस दे। മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണം. जो है मन को जो है दया होने वाला जैसा है। ആമേൻ കഴിഞ്ഞ നാളുകളിൽ ആയിരുന്ന അവസ്ഥയല്ല. पिछले दिनों में जैसा अवस्था था वैसे नहीं है। ഇന്ന് പകൽക്കാലം എനിക്ക് ആ രക്ഷയുടെ സന്തോഷം വേണം. जो है उस उद्धार का हर्ष मुझे आज चाहिए। എന്റെ കുറവുകൾ കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. मेरे कमी घटियों की वजह से वो हुआ है, മറ്റൊരു വ്യക്തി മൂലമല്ല സംഭവിച്ചത്. दूसरे व्यक्ति के द्वारा नहीं हुआ है। എന്റെ പാപമാണ് അത് എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത്. मेरा पाप है जो मुझसे नष्ट कर दिया है। ദാവീദിനെ പോലെ ഒന്ന് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുക്കമാണോ? दावीद के जैसा जो है प्रार्थना करके पश्चाताप करने हम तैयार है क्या? ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഏറ്റു പറയാമോ? आज सुबह के समय परमेश्वर को तुम बोल सकते हैं क्या? അവൻ നമ്മുടെ പാപങ്ങളൊക്കെയും ക്ഷമിച്ച് നമ്മെ വീണ്ടും ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സർവശക്തനാണ്. वो हमारे पापों से जो हम पश्चाताप करके हमें फिर से वैसे लेके आने के लिए परमेश्वर सर्वशक्तिमान है। നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. नष्ट हो गया करके बोल के कुछ कार्य नहीं है। ഇന്ന് പകൽക്കാലം ഏറ്റു പറയാം. आज आइए हम उसके बारे में बताते हैं। ദൈവത്തോട് നമുക്ക് ഏറ്റു പറയാം. परमेश्वर को सामने आके हम उसको बताते हैं। ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ, आज सुबह के समय उससे उद्धार पाने के लिए, ആ നഷ്ടപ്പെട്ട സന്തോഷം ഒന്ന് തിരിച്ചു പ്രാപിപ്പാൻ वो नष्ट हो गया खुशी को जो वापस पाने के लिए നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ये अच्छे समय के लिए हम धन्यवाद देते हैं। ദാവീദിന് തന്റെ പാപം മനസ്സിലായി. दावीद को अपना पाप पता चला। നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ താൻ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു. नातान जो विश्वता बोलने के समय वो जो है बोल के उसने बताया। अभी ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് എന്നോട് പറയുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കുന്നു. आज सुबह के समय परमेश्वर की आत्मा जो मुझे बोलता है बात को मैं बताता हूँ। എന്റെ ജീവിതത്തിന്റെ കുറവ് മൂലം എന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. मेरे जिंदगी का जो कमी की वजह से वो जो बात नष्ट हो गया है, എനിക്കത് തിരികെ പ്രാപിക്കണം. मुझे वापस पाना है। എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവരോട് അവിടുത്തെ സന്തോഷത്തെ കുറിച്ച് പറയുവാൻ, क्योंकि दूसरों को खुशी के बारे में बताना है, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, दूसरों को उस उद्धार की ओर लेके जाने के लिए। ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. वो उद्धार का जो हर्ष मुझे वापस दीजिएगा। എന്നെ വീണ്ടും ജീവിപ്പിക്കണമേ. मुझे वापस जिंदा करिएगा। എന്നെ വീണ്ടും ശുദ്ധീകരിക്കണമേ. मुझे वापस शुद्ध करिएगा। അവിടുത്തെ മകനായി മകളായി आपके बेटा और बेटी जैसे അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, आपके जीने के लिए, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ आपके नाम को उठाने के लिए ഇന്ന് പകൽക്കാലം എന്നെ സമർപ്പിക്കുന്നു. आज सुबह के समय अपने आप को समर्पण करता हूँ। അങ്ങ് എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് മറുപടി നൽകണം. मेरा प्रार्थना सुन के मुझे उत्तर देना। ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന് മറുപടി ലഭിച്ചു. दावीद प्रार्थना के दावीद को उत्तर मिला। ദാവീദ് ദൈവത്തോട് പാപത്തെ ഏറ്റു പറഞ്ഞപ്പോൾ ഉടനെ മറുപടി ലഭിച്ചു. दावीद ने अपना पाप को बोला तो जब उसको तुरंत उद्धार मिला। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ऐसे तो आज सुबह के समय अपने आप को समर्पण करते हैं। അതിൽ ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് തിരികെ വരുവാൻ,
वो उद्धार का हर्ष में वापस आने के लिए। ഇന്ന് പകൽക്കാലം എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. आज सुबह के समय सबको जो है दे के प्रार्थना करते हैं। വചനം ശ്രവിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. वचन जो है सुना सभी लोग के जीवन में जो है परमेश्वर की आत्मा काम करे। ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. आज सुबह के समय अनुग्रह की प्रार्थना कर रहे हैं। അങ്ങ് ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. वो जो है बल दीजिएगा, शक्ति दीजिए। അവരുടെ ജീവിതങ്ങൾ ഈ നാളുകളിൽ മാറ്റപ്പെടുവാൻ, जीवन में जो है बदलाव होने के लिए, വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാൻ, जो है अद्भुत और चमत्कार होने के लिए, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ जो है प्रार्थना करते विषयों में जो जवाब मिलने के लिए ഇന്ന് പകൽക്കാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. आज सुबह जो है हम सब ये प्रार्थना करते हैं। ഞങ്ങളെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. हमें भी आपके हाथ में हम देते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुने से धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के अधिकार नाम से ആമേൻ. ആമേൻ. आमीन। Praise the Lord. Thank you. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിനോട് കൂടെ വസിപ്പാൻ, കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി നാമം തീരുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടല്ലോ ദാവീദിനെ കുറിച്ചും ദാവീദ് ചെയ്ത പാപത്തെക്കുറിച്ചും. എന്നാൽ കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവം തന്നെ മുദ്രയിട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിൽ പലവിധമായ പാപങ്ങൾ ചെയ്തെങ്കിലും മരിക്കേണ്ടതായ സ്ഥാനത്തും അവിടുന്ന് മരണം നീക്കി കൊടുത്ത് ദൈവം വിടുവിച്ച ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, സേവിക്കുന്നത്. ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ട് ദാവീദിനെ തീരാമെങ്കിൽ നമുക്കും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് അപ്രകാരം ജീവിപ്പാൻ ദൈവം നമുക്കും കൃപ തരട്ടെ എന്ന് ആമേനാലെ ഈ രാവിലെ സമയം ഞാൻ പറയുന്നു. ദൈവദാസനെയും മകളെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ, പിന്നെയും പല വേദികളിൽ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപ ധാരാളം അനുഭവിച്ചറിയുവാൻ സഹായിക്കേണ്ടതിന് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാവിലെ സമയം സഹോദരൻ ബേബിച്ചൻ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ, അനേലിയ ആരാധിപ്പാനൊക്കെ നമുക്കും ഇടയാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. തന്നെ എൻ്റെ കുടുംബത്തെയും അനേലിയ മക്കളെയും എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവര് കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം അവരെ സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. അലേലിയ. അതുപോലെ തന്നെ ജോയ് പാസ്റ്റർ നല്ല രീതിയിൽ വചനം സംസാരിപ്പാനും മോള് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇടയാക്കിയല്ലോ. കർത്താവിന്റെ കൃപ ധാരാളം അവരിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. തുടർന്നും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഈ വിഷയങ്ങളെ ഓർത്ത് ആരെങ്കിലും ഒരാള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. Praise the Lord. Hallelujah. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ. കരുണാസമ്പന്നരെ സ്വർഗസ്ഥപിതാവേ, നല്ല പൽക്കാലവിളയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അത് രാവിലെ മുതൽ ഞങ്ങളെ പാതാന്തിയായിരിക്കാൻ നിങ്ങൾ സഹായിച്ചല്ലോ. നന്ദി കർത്താവ്. അങ്ങ് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം കർത്താവേ. ഹാലേലൂയ. ഇന്ന് പൽക്കാലം കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലേലൂയ. ഓരോ ദിവസവും കർത്താവേ പുതുക്കപ്പെട്ട കർത്താവേ ആലോചനകൾ കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആത്മീയ വർധന വരുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ദൈവവചനങ്ങൾ അടിയങ്ങളെ കേൾപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയങ്ങൾ തന്നെ കർത്താവേ. ഹല്ലേലൂയ. മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവേ നിങ്ങളുടെ സ്തോത്രം കർത്താവേ. കൃപ നൽകുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ താൻ ശോധന ചെയ്തുകൊണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയാണ് വീഴ്ച വന്നത് കണ്ടുകൊണ്ട് കർത്താവേ. ഹല്ലേലൂയ. കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ജയമെടുപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ നന്ദിയുടെ സ്തോത്രം. ദേവദാസനെ കർത്താവേ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷകൾ മാനിക്കുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പലപ്പോഴും ശാരീരികമായി ക്ഷീണങ്ങളും പ്രയാസങ്ങളും അകപ്പെടാറുണ്ട് കർത്താവേ. നിങ്ങളുടെ സ്തോത്രം. പൂർണ്ണമായ സൗഖ്യം ആരോഗ്യം ദേവദാസനെ കൽപ്പിക്കുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപയ്ക്ക് മറച്ചുകൊള്ളണം. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ നടത്തുന്ന സ്കൂളിനെ തൃക്കരങ്ങളിൽ സ്വർഗ്ഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കൈവേലകൾ അധ്വാനങ്ങളെല്ലാം ഹല്ലേലൂയ കർത്താവേ ദേവനാമ മഹത്വത്തിനായി തിരുസ്വർഗ്ഗം സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നിങ്ങളുടെ സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പൽക്കാലം കർത്താവേ വളരെ നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൃപ കൊടുത്തുവല്ലോ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. 2 പേരും വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുകയാണ് കർത്താവേ. അവർ
അവർക്ക് ആവശ്യമായ വിധത്തിലെ വഴികൾ ദൈവഹിത പ്രകാരം ഒരുക്കുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവമാരെ പൊന്നുകത്ത് വഹിച്ചുകൊള്ളണമേ കർത്താവേ. ഒന്നിനാലും ഭാരപ്പെട്ടു നിരകിപ്പോൾ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. കുടുംബമാരെ മാനിക്കണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ദേവദാസൻ ധാരണമായ കർത്താവേ, തുണയ്ക്കായി സ്തോത്രം. പ്രിയ സഹോദരി സ്വർഗം അനുഗ്രഹിക്കണമേ. കുടുംബമായി അങ്ങനെ വേലയിൽ നിൽക്കുന്നവരാണല്ലോ കർത്താവെ, അങ്ങ് കാത്തുകൊള്ളണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലവിധ നന്മ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകരെ കർത്താവെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ കർത്താവെ ആത്മപ്രചോദനം കർത്താവ് ദേവദാസന് കൽപ്പിക്കുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് സ്തോത്രം. പൈതങ്ങളെയും കർത്താവെ ഹല്ലേലൂയ. എന്നോട് സ്തോത്രം കർത്താവ്. അനേക യൗവനക്കാർക്ക് മാതൃകയാക്കി സ്വർഗം നിർത്തുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെന്ന് പൊന്നുകരത്തിൽ വഹിച്ചുകൊള്ളണം, വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെന്നപ്പാ അവണ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം 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 ചെന്നാഥാ കർത്താവെ. ഇന്ന് പൽക്കാലം കർത്താവെ വർഷിപ്പിയുടെ കർത്താവ് ബേബിച്ചൻ കർത്താവെ ബ്രദനായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം കർത്താവെ. ഇന്ന് അതിരാവിലെ സമയം കർത്താവ് മധ്യ കടന്ന കർത്താവെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ കർത്താവെ. പൊന്നുകത്ത് വഹിച്ചുകൊള്ളമേ കർത്താവെ. ദൈവം കൊടുത്തിരുന്ന താലന്ത് കർത്താവെ അത് പൂർണ്ണമായി ദൈവനാമത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവെ സ്വർഗം സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം പിന്നെയും നിലനിർത്തിക്കൊള്ളണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ വേലയിൽ ഇനി അധികമായി കർത്താവെ ശോഭിപ്പാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്തുതിക്കുന്നു, സ്തോത്രം. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കർത്താവെ സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലവിധ നന്മകളാൽ നിറച്ചാലുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം എന്ന് പോൽക്കണം പ്രാർത്ഥനയുടെ കർത്താവെ. ഓമനന്റെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം അങ്ങനെ നിൽപ്പാൻ സഹായിച്ചല്ലോ, നന്ദി കർത്താവെ. പിന്നെയും കർത്താവെ സമൃദ്ധിയായി കുടുംബമായി അനുഗ്രഹിക്കുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പോൽക്കാലം പ്രാർത്ഥന തലവണക്കിരിക്കുന്ന എല്ലാ ദൈവമക്കളും തൃക്കരങ്ങളിൽ സ്വർഗം അനുഗ്രഹിക്കുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകടനായ സ്തോത്രം, വിളിവിച്ചനായ സ്തോത്രം, അനുഗ്രഹിച്ചനായ സ്തോത്രം. സകലമാനമകത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. आमीन आमीन आमीन। प्रभु हमारा प्रार्थना सुना, प्रभु को धन्यवाद करेगा। हालेलुया हालेलुया हालेलुया। അംബിക സിസ്റ്ററെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിന്റെ മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. आए हुए सब बसमान लोग को और विश्वासी लोग को मेरा वंदन मैं कहता हूँ। मैं अभी बोलने का कोशिश कर रहे हैं. ഷെർന സിസ്റ്റർ ഒന്ന് ഹിന്ദി പറയാമോ? ഞാൻ അല്ലെങ്കിൽ ഒന്നിച്ച് രണ്ടും കൂടെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അപ്പച്ചൻ്റെ വിഷയം എല്ലാവരും അറിഞ്ഞല്ലോ. എൻ്റെ ഫാദറിലോയാണ്. എന്നാൽ നല്ല രീതിയിൽ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ മുതൽ ഒരു നല്ല മനുഷ്യനായിട്ടും അതുപോലെ അമ്മച്ചി അതുപോലെ തന്നെ നല്ലൊരു സ്ത്രീയായിട്ടും എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. अभी मैं अपना गवाही बोलना चाहती हूँ, क्योंकि मेरा फादर इन लॉ का डेथ जब हुआ था तो मैं शुरू से जब शादी होकर के उस घर में जब गया था, मेरा सास ससुर मेरे साथ में बहुत ही अच्छा कोऑपरेशन में रहा. हम लोग बहुत प्यार से रहा था. ആമേൻ ആമേൻ. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് ഞങ്ങൾ ബോംബെയുടെ പ്രദേശത്തായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങൾക്കൊരു ലെറ്റർ, അന്ന് ഫോണൊന്നുമില്ല, ലെറ്റർ വരുവാനിടയായി. പിന്നെ നാട്ടിൽ നിങ്ങൾ വരണം, അപ്പച്ചൻ്റെ ലെറ്റർ വന്ന് നാട്ടിൽ വരണം, മക്കളെ ബോംബെയിൽ മാത്രമല്ല പഠിപ്പിക്കാൻ പറ്റുന്നത്, നാട്ടിലും പഠിപ്പിക്കാൻ പറ്റും, കർത്താവിൻ്റെ വേല ബോംബെയിലല്ല ചെയ്യാൻ പറ്റുന്നത്, നാട്ടിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു എഴുത്ത് ഞങ്ങൾക്ക് കിട്ടുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം നാട്ടിൽ വരണം, അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ ഒരു എഴുത്ത് വരുവാനായിട്ടിടയായി. तो हम लोग उस टाइम जब शादी के बाद हम लोग अपना सेवकाई मुंबई में कर रहे थे, तब उसके जब जैसे वहां रह रहे थे तब वो एक चिट्ठी आया घर से, तो बोला मेरा माँ ठीक नहीं है, तुम लोग वहाँ बच्चों को यहाँ भी पढ़ा सकते, केरला में भी, बॉम्बे में नहीं. फिर दूसरा ये है मम्मी पापा को सेवकाई केरला में भी कर सकते हैं, मुंबई में नहीं, इसलिए तुम लोग जल्दी से जल्द अपना केरला का घर पे आना है, मम्मी का तबीयत ठीक नहीं है करके चिट्ठी आया. അങ്ങനെ ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ ഞാൻ ചെന്ന് പറഞ്ഞു, ഇതുപോലെ നാട്ടിൽ നിന്ന് എഴുത്ത് വന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ 2 ദിവസത്തിനകം അവിടുന്ന് ലീവ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങളുടെ ബോസ്മാരൊക്കെ അന്ന് ഡൽഹിയിലാണ്, മാനേജർ മാത്രമേ ബോംബെയിലുള്ളൂ. എന്നാലും പിന്നെ മാനേജർ പെട്ടെന്ന് അവരോട് വിളിച്ചു പറഞ്ഞു, അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നെ വിടാൻ. എന്നാൽ
ഇതുപോലുള്ള ഒരു അവസ്ഥയായത് കാരണം അവര് പെട്ടെന്ന് എന്റെ സാലറിയും ഒക്കെ തന്ന് എന്നെ പിന്നെ അനുവദിച്ചു, ലീവ് എനിക്ക് തന്നു. ऐसे मैंने अपना मैनेजर से बात किया तो हमारे बड़े जो बॉस थे तो दिल्ली में थे, फिर भी वो लोगों ने वो काम करके मेरा छुट्टी का क्या सैंक्शन दे दिया, और जितना जो तनख्वाह मिलना था हाथ में वो सारे चीजों के लिए उन्होंने बंदोबस्त करके मेरा सैलरी भी लेके मैं घर को और निकला केरला में. അങ്ങനെ എന്റെ മോൻ എന്നാൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു നാട്ടിൽ വരാന്. അവൻ അന്ന് 8ാം ക്ലാസ് കഴിഞ്ഞ സമയം, പരീക്ഷ കഴിഞ്ഞ സമയമാണ്. പക്ഷെ ലെറ്റർ കണ്ടത് കാരണം അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നാട്ടിൽ പോകും, ഞാൻ ഒരു മാസത്തെ ലീവിന് ഞാൻ ഇവിടുത്തെ ലീവ് ലെറ്റർ കൊടുത്തിട്ട് ചർച്ചയിൽ നിന്ന്, ഞങ്ങൾ ബോയ്സർ സഭയിലാണ്, അവിടുന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്താം, ഏതായാലും മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെയും മോനെയും കൂടെ അതിന്റെ അടുത്ത ദിവസം ഒരു ടിക്കറ്റ് എടുത്ത്, അന്ന് ഞങ്ങളുടെ അവിടുന്ന് ഒരു ഫാമിലി നാട്ടിൽ വരുന്നുണ്ടായിരുന്നു, അങ്ങനെ നോർമൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ അവരുടെ കൂടെ യാത്ര അയപ്പാനിടയായി. तब मेरा वो जाने का बंदोबस्त कर रहे थे, तब मेरे बेटे को बिल्कुल पसंद नहीं था. जो 8वीं क्लास में पढ़ रहे थे, तो केरला में जाके बाकी पढ़ाई करना मेरा बेटे को पसंद नहीं था. फिर भी मेरा हस्बैंड को भी हम लोग जा नहीं पाए क्योंकि चर्च का भी लेटर वेटर कुछ चाहिए था, क्योंकि वहां सेवकाई कर रहे थे ना, एकदम से छोड़ के नहीं आ सकते थे. इसलिए हम लोग, मेरे हस्बैंड ने बोला तुम दोनों जाओ, मम्मी पापा का देखभाल करना बहुत जरूरी है करके, इसलिए मैं और मेरा बेटा जाने के लिए सोचा. അങ്ങനെ നാട്ടിൽ കടന്നു വന്നു. അതിന്റെ ഇടയ്ക്ക് പലവിധമായ പ്രതികൂലങ്ങൾ ഉണ്ടായി. മോൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവന് ഒട്ടും താല്പര്യമില്ലാതായി. പിന്നെ നല്ലൊരു സ്കൂളിൽ നാട്ടിൽ അഡ്മിഷനൊക്കെ എടുത്തു. എന്നാൽ അവന് മനസ്സിന് സന്തോഷമില്ലാതാണ് അവൻ ആ സമയത്ത് സ്കൂളിലൊക്കെയും പോയത്. ആ സമയത്ത് ഞങ്ങളുടെ പേരൻസിന്റെ കൂടെ താമസിപ്പാൻ ദൈവം ഇടയാക്കി. പോക്കലും വരവിലും ഒക്കെ അവൻ സന്തോഷമില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുവാൻ ദൈവം അവനെ ഇടയാക്കി. जैसे हम केरला में गया था तो बेटे को बिल्कुल पसंद नहीं आ रहे थे, जो स्कूल भी उन्हें पसंद नहीं आया. स्कूल में भेजा लेकिन उनको बिल्कुल उधर से एडजस्ट करना उनके लिए मुश्किल हो रहे थे. मम्मी पापा भी उनके साथ में था, लेकिन उनका पसंद नहीं आया वहाँ केरला में रहना करके. എന്നാൽ ഞങ്ങളുടെ പേരൻസ് കൂടെ നിൽക്കുമ്പോൾ അവരിൽ കൂടെ കാണാൻ കഴിഞ്ഞത് പ്രാർത്ഥിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. അവർക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയും മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള്, അത് മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കും. ദേശത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരെയാണ്, ഒരു പേരൻസിനെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. തന്നെയുമല്ല, അമ്മച്ചി രാത്രിയുടെ യാമത്തിൽ, അമ്മച്ചിയല്ല രണ്ടുപേരും രാത്രിയുടെ യാമത്തിൽ ഉണർന്നിരുന്ന അവരവർ കിടക്കുന്ന ബെഡേൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങൾ കേൾപ്പാനിടയായി. ആ സമയത്തൊക്കെ ഞങ്ങൾക്കത് വിഷമമായിരുന്നു. കാര്യം ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ മോനും അത് തന്നെ, അങ്ങനെ അവന്റെ മനസ്സിലും അപ്പച്ചനും അമ്മച്ചിക്കും എന്തുവാകുന്ന രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ സമ്മതിക്കത്തില്ലയോ എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. तो हम जब गया था घर पे तो देखा हमारे मम्मी पापा दोनों एक ही, मतलब दोनों बराबर की, मतलब ऐसे प्रार्थना पूरा दिन भर और रात पर भी प्रार्थना ही करते रहते थे. ये दोनों को प्रार्थना की वजह से मेरे बेटे को बहुत गुस्सा आते थे, लेकिन रात को सो भी नहीं पाते थे क्योंकि पूरा समय प्रार्थना करते रहते अपना बच्चे के लिए, मतलब पोते पोती के लिए भी प्रार्थना करते, अपने बहू बेटे के लिए प्रार्थना करते. तो हर समय ये प्रार्थना सुन के बेटे बहुत तंग हो जाते थे. लेकिन हम लोग ने एक बात सीखा है, लेकिन ये दोनों का प्रार्थना जीवन कितना स्ट्रॉन्ग था. എന്നിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് ആദ്യം സഭകളൊന്നും കിട്ടിയില്ല. എന്നിട്ട് അച്ഛൻ വീണ്ടും ആദ്യം BTH MBയിൽ നിന്ന് എടുത്തതായിരുന്നു. എന്നാൽ വീണ്ടും കുമ്മനാണ്ടി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു MD അവിടെ ഇല്ല. അന്നേരം BTHന് തന്നെ ഒരു പ്രാവശ്യം കൂടെ പഠിക്കാന്ന് പറഞ്ഞുകൊണ്ട് BTHന് ചേർന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന 2 മാസം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സഭ കിട്ടി. അവിടുന്ന് 2 വർഷം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് വേറെ ഒരു സഭയിലേക്ക് ഞങ്ങളെ വിട്ടു. അവിടെ 5 വർഷം ഇരുപ്പാൻ ദൈവം ഇടയാക്കി. അത് കഴിഞ്ഞാണ് കൊട്ടാരക്കര സഭയിലേക്ക് ഞങ്ങൾ പോകുവാനിടയായി. അവിടെ 2 വർഷം ഇരുന്ന് കഴിഞ്ഞ് ഷാർജയിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ ഷാർജ സഭയിലേക്ക് ചെന്നു. എന്നാൽ കൊട്ടാരക്കരയിൽ ഇരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മച്ചിക്ക് അസുഖം കൂടുവാനിടയായി. ഹോസ്പിറ്റലിൽ മറ്റും കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ടതായ അനുഭവങ്ങളൊക്കെയും വന്നു.
ഈ സമയത്തെല്ലാം അമ്മച്ചിയെ എൻ്റെ കൂടെ പാഴ്സനേജിൽ കൊണ്ടുപോയി എനിക്ക് നോക്കുവാനായിട്ട് ദൈവം അവകാശം ഒരുക്കി. उन दिनों में पास्टर जब आया केरला में, उनको अच्छे कलीसिया नहीं मिला था मतलब सेवकाई करने के लिए। तो उन्होंने सोचा अभी कुछ नहीं मिल रहे, तो फिर बीटीएच करने के लिए फिर वो किया, क्योंकि वहाँ बाइबल कॉलेज में जब गया एमडी के लिए, तो वहाँ तो एडमिशन नहीं मिला। तो सोचा चलो दोबारा वो बीटीएच का कोर्स उन्होंने किया। उसके बाद में उनको एक कलीसिया मिला वहाँ। फिर उसके बाद में वो उधर 2 साल करने के बाद दूसरा एक कलीसिया में मिला। उसके बाद में फिर एक और कलीसिया मिला कोटारकरा जगह पे, नाम की एक जगह पे। तो वहां सेवकाई कर रहे थे। तो उस टाइम भी उनका उधर से फिर एक उनका मौका मिला, वो शारजा में जाके अपना सेवकाई करने के लिए। तो वो उधर सेवकाई करने के लिए उनको मौका मिला। तब उनका मम्मी काफी बीमार पड़ गया था। बस वही അങ്ങനെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അച്ഛന് ഷാർജയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടി. അന്നേരം ഞങ്ങള് അവിടെ കൊട്ടാരക്കരയില് അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തു. ഞങ്ങൾ പിന്നെ തുടർന്ന് റാന്നിയിൽ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ അമ്മച്ചി അഡ്മിറ്റ് ആക്കി. 23 ദിവസം അവിടെ അഡ്മിറ്റ് ആയി കിടക്കുവാനായിട്ടിടയായി. फिर हम लोग दूसरा एक हॉस्पिटल में पास वाला रानी जगह पे एक हॉस्पिटल है, वहां मम्मी को भर्ती करके 21 दिन वहां मम्मी मतलब चिकित्सा में थे. അത് കഴിഞ്ഞിട്ട് ആ 23 ദിവസവും ആദ്യം കൊട്ടാരക്കര ആയിരിക്കുമ്പോഴും 23 ദിവസം ഹോസ്പിറ്റലായിരിക്കുമ്പോഴും എനിക്ക് എല്ലാ ദിവസവും അമ്മച്ചിയുടെ കൂടെ നിന്ന് അമ്മച്ചിയെ ശുശ്രൂഷിപ്പാനായിട്ട് എനിക്ക് കഴിഞ്ഞു. എന്നാൽ അപ്പച്ചനും അന്ന് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിലോയും അവിടെ ഉണ്ട്. ഞങ്ങള് 3 പേരും കൂടാണ് അപ്പച്ചനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. तो इन दिनों में इस समय में मतलब जैसे मम्मी बीमार भी हुआ था, उस टाइम पूरा समय में मेरे को बहुत अच्छा एक मौका मिला मेरा मम्मी को सेवका मतलब ये शुश्रूषा करने के लिए। पूरा समय जो बीमार थे हॉस्पिटल में भी और घर में भी मेरे को अच्छे से समय मिला उनको देखभाल करने के लिए। मेरे साथ में मेरा जो 23 ദിവസം കഴിഞ്ഞപ്പോൾ 23 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചു. 23 दिन के बाद फिर माता जी का डेथ हो गया. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ഇതുപോലെ ഷാർജയ്ക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം ശരിയായി. അച്ഛൻ ഷാർജയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ഞാനും അപ്പച്ചനും മോനെ വന്നും പോയി നിന്നു. അങ്ങനെ പിന്നെ മോനും കൂടെ ഞങ്ങൾ 3 പേരുമായിട്ട് ആ ഭവനത്തിൽ താമസിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് കാണുവാൻ കഴിയുന്നത്, ഈ കിട്ടുന്ന സമയങ്ങളെല്ലാം അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. तो उसके बाद में फिर ये पूरा दफनाया सब कुछ होने के बाद में मेरा हस्बैंड सेवकाई के लिए शारजा में चला गया। तो फिर मैं भी और बेटा भी चला गया था। उसके बाद में बीच बीच हम लोग आते थे। तब जब भी आते थे हम लोग को ये देखने को मिला, जो पिताजी है वो भी, मेरा ससुर, वो भी ऐसे इस तरह प्रार्थना में पूरा समय लगे हुए थे। तो वो चीज हमको देखने को मिला, हमारे जीवन में सीखने को मिला एक्चुअली. അങ്ങനെ ദൈവം വെളിപ്പാടുകൾ ദർശനങ്ങളൊക്കെ കൊടുക്കും. ഓരോ കാഴ്ചകളൊക്കെ ദൈവം കാണിക്കും. ആ സമയത്തൊക്കെയും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവദൂതന്മാർ അടുത്തു വന്ന് നിൽക്കുന്നതൊക്കെയും കാണുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ഞങ്ങളോട് ആ വിഷയം പറയുകയും ചെയ്യുമായിരുന്നു. तो जब ये वैसे ऐसे दर्शन देखते थे पिताजी ने, और जो एंजल्स आते थे, और जो दर्शन भी जो भी उनके चारों ओर खड़े होकर के उनको वो सब प्रार्थना में भी दर्शन देखते थे। तो वो सारी चीजें, वो सारी बातें उनको बेटे और सिस्टर को बताते थे. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച പിന്നെ രാവിലെ ആഹാരം കഴിച്ചു, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു. 5 മണി കഴിഞ്ഞപ്പം പറഞ്ഞു, അന്നേരം പറഞ്ഞു എനിക്ക് ചായയും വേണം വടയും വേണമെന്ന് പറഞ്ഞു. അന്നേരം അനിയനാണല്ലോ കൂടുള്ളത്, എൻ്റെ അനിയൻ. അന്നേരം അപ്പച്ചൻ്റെ ഇളയ മോന്, അവന് പെട്ടെന്ന് ചായയും അനത്തി വടയും വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 വടയും കൊണ്ട് കൊടുത്തു. അതിൽ 1 വടയും കഴിച്ചു, ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴാണ് ഒരു ഗ്യാസിന്റെ പ്രോബ്ലം പോലെ വരാനിടയായി തീർന്നത്. तो फिर अभी मैं अपना शॉर्ट करना चाहती हूँ. अभी जैसे मेरे पिताजी का जब डेथ होने के पहले, क्योंकि पिछले सैटरडे को
उनको 2 बार सुबह का शाम का भी सब खाना खाए। उसके बाद में शाम के समय में बताया मुझे चाय पीना है, चाय के साथ में वड़ा खाना है करके उन्होंने वड़ा भी खाया। फिर वो बेटा साथ में रहते हैं तो वो छोटा बेटा सिस्टर का तो दामाद तो वो ये चाय और वड़ा और उनको खिलाया। അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഈ നെഞ്ചിനിങ്ങനെ വേദന വന്നപ്പം നെഞ്ച് തിരുമാനായിട്ട് ഇളയ മോനോട് പറഞ്ഞു. അവൻ നെഞ്ച് തിരുമിക്കൊണ്ടിരുന്നപ്പോഴേ 3 പ്രാവശ്യം ഛർദ്ദിച്ചു. ഒരു 10 മണി സമയത്തോളമായി അപ്പോഴത്തേന് രാത്രിയില് 3 പ്രാവശ്യം ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് മോന്റെ കയ്യിലും പിടിച്ചു, ഒരു കൈ സ്വർഗത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, എന്നെ അങ്ങ് എടുത്തുകൊണ്ട് പൊക്കൂന്ന് ഉറക്കെ പറയുവാനായിട്ട് ഇടയായി. കാര്യം അപ്പച്ചൻ കാണുന്നുണ്ടായിരുന്നു. അനിയനോട് പറഞ്ഞു, ദൂതന്മാർ വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ അവരുടെ നിർബന്ധം കാരണം അപ്പച്ചൻ അവരോട് പറഞ്ഞു, എന്നെ അങ്ങ് എടുത്തുകൊണ്ട് പൊക്കൂന്ന് കൈ ഉയർത്തി ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി. तो मेरा जो भाई छोटा बेटा था उनके साथ में, तो ये इनको एकदम से अचानक एक दर्द हुआ तो वो लोगों ने सोचा कोई गैस का प्रॉब्लम होगा करके, लेकिन उनको बहुत जोर से दर्द हुआ। हॉस्पिटल ले जाने से पहले ही उन्होंने बोला 4-5 बार उल्टी किया। उसके बाद में वो खुद ही अपने हाथ उठा करके बोला, मेरा चारों ओर स्वर्गदूत खड़े हैं, मुझे ले लो करके जोर जोर से पुकारने लगा। അങ്ങനെ ആ സമയം തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയാക്കി. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരു ദിവസം കിടന്ന് അപ്പച്ചന് കഷ്ടപ്പെടുവാനോ ഞങ്ങൾക്ക് നോക്കുവാനോ ഒന്നും ഇടയാക്കാതെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു, കർത്താവെ ഒരു ദിവസം പോലും കഷ്ടം അനുഭവിക്കാൻ ഇടയാക്കരുതേ. ഒരു ദിവസം പോലും കിടന്ന് കഷ്ടപ്പെടുവാൻ ഇടയാക്കരുതേ. കാര്യം ആരും ചെന്ന് നോക്കുവാനായിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം അപ്രകാരം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഒരു മണിക്കൂർ പോലും രോഗിയായി കിടക്കുവാൻ ഇടയാക്കാതെ കർത്താവ് എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. तो उसी समय उनका देहांत हो गया है। तो हम लोग ये हमको आश्वास इसलिए है क्योंकि वो एक दिन भी किसी को परेशान नहीं किया। मतलब ये उनको देखभाल करना और वेंटिलेटर होके मतलब लेटा, ये सारे चीजों नहीं हुआ उनके जीवन में। वो प्रभु के साथ था। उनको जो स्वर्गदूतों की जो संगति में उसी समय वो उसका डेथ होने का प्रभु ने सहायता की। ज्यादा देर नहीं लगा कोई चीज में, तो हर चीज बहुत सुंदर तरीके से प्रभु ने किया है। അങ്ങനെ ദൈവം നല്ലൊരു അടക്കം ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ ഒക്കെയും സഹായിച്ചു. അതുപോലെ തന്നെ അതിന്റെ കൂടെ ഞാൻ പറയുന്നത്, എന്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവനുണ്ട് ഇപ്പോഴേ. അതുകൊണ്ട് അവന്റെ കൂടെ തന്നെ ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ 1 മാസം കൂടെ നിൽക്കുവാനായിരുന്നു എന്റെ ആഗ്രഹം. പല കാര്യങ്ങൾ വീണ്ടും ചെയ്യുവാനുണ്ട്. എന്നാൽ അവൻ വന്നത് കാരണം തിരിച്ചു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാനും ഈ വെള്ളിയാഴ്ച മോന്റെ കൂടെ തന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. तो मेरा बेटा भी नॉर्वे से आए थे, फिर अभी उनको भी वापस जाना है। तो मैं सोचा था 1 महीने के बाद में इधर से जाएंगे क्योंकि काफी सारे काम है करने के लिए। तो लेकिन बेटा जैसे आया है इस विषय के लिए, तो मैं अभी सोच रही मैं उनके साथ ही मेरे को जाने में अच्छा होगा, क्योंकि अकेले जाने से अच्छा है कोई साथ में। इसलिए अब मैं फ्राइडे को दिन वापस नॉर्वे जाना चाहते हैं मेरे बेटे के साथ। अभी उधर है अभी मेरा बेटा भी। എനിക്ക് വേണ്ടിയും മകന് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. वो आप लोग सब मेरे घर के लिए, हमारे बेटे के लिए, मेरे लिए और मेरा पूरा परिवार के लिए, सदस्य के लिए आप लोगों को सबका प्रार्थना और याचना मांगती हूँ मैं। और मैं फ्राइडे को दिन चले जाएगा हमारे यात्रा के साथ में भी प्रभु साथ संग रहने के लिए भी आप लोगों का प्रार्थना मांगती हूँ। ആമേൻ. താങ്ക് യു സിസ്റ്റർ ഷർണ സിസ്റ്ററെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ താങ്ക്സ്. ഓക്കെ, നമുക്കിനി പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ